വിശ്വപ്രസിദ്ധമായ തൃക്കാക്കര ക്ഷേത്രം. കൊച്ചിയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് മാറ്റി നിർത്താനാവാത്ത ഈശ്വര സന്നിധാനം. തൃക്കാക്കരയുടെ വികസന രേഖ നാം ചർച്ച ചെയ്യുമ്പോൾ തൃക്കാക്കരയപ്പൻ്റെ ഈ മണ്ണിൽ നിന്ന് വേണം നമ്മുടെ ചിന്തകൾക്ക് മിഴിവും പ്രകാശവും നൽകാൻ. ദൈവത്തിൻ്റെ സ്വന്തം നാട് തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് കൊച്ചിയുടെ തീരഭൂമിയിൽ നിന്നും മൂന്നാറിൻ്റെ ശൈത്യഭൂമിയിലേക്ക് വഴിയൊരുങ്ങുന്നതും ഈ മണ്ണിലൂടെ തന്നെ. സ്വാഭാവികമായും തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയുള്ള മുറവിളി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായി അറിയപ്പെടാനുള്ള യോഗ്യതയും ഈ പൈതൃക ഭൂമിക്ക് തന്നെ. ഇപ്പോൾ സമയം 5:30. എറണാകുളം നോർത്തിൽ നിന്ന് കാക്കനാട്ടേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ കലൂർ എത്തിയിരിക്കുകയാണ്. സമയം നോക്കിയോ, 5:44. സമയം കണ്ടല്ലോ, 6:35. എറണാകുളം നോർത്തിൽ നിന്നും കാക്കനാട് ജംഗ്ഷൻ വരെ എത്താൻ 1 മണിക്കൂറിലധികം സമയം. എന്നാൽ ഒരു കാൽനടക്കാരന് ഇതിൽ പകുതി സമയമേ ഈ ദൂരം താണ്ടാൻ വേണ്ടിവരും. ഈ ഗതാഗതക്കുരുക്കഴിക്കാതെ തൃക്കാക്കരയുടെ വികസനം സാധ്യമാകുമോ? ഇതിനൊരു പരിഹാരമായി നഗരാസൂത്രകർ കണ്ടെത്തിയ മാർഗമാണ് പുല്ലേപ്പടിയിൽ നിന്നും പള്ളിക്കരയിലേക്കുള്ള ഈ സമാന്തര പാത. വികസനത്തിന്റെ പാതി വഴിയിൽ തന്നെ ഈ റോഡ് വികസനത്തിനും ആരോ പാലം വലിച്ചിരിക്കുന്നു. ഇൻഫോ പാർക്കും സെസ്സും സ്മാർട്ട് സിറ്റിയും അടക്കം ഒട്ടേറെ IT സ്ഥാപനങ്ങൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നു. 50 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതോടൊപ്പം തൃക്കാക്കരയിലേക്ക് ജനപ്രവാഹത്തിന് വഴിയൊരുക്കുന്ന പുതിയൊരു സംരംഭമാണ് കളമശ്ശേരിയിൽ പ്രവർത്തന സജ്ജമാകുന്ന ഈ കിൻഫ്ര പാർക്ക്. സഹകരണ മെഡിക്കൽ കോളേജ്, IT, ബയോടെക്നോളജി പാർക്കുകൾ, ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നിവ ഇവിടെ സജ്ജമാകുകയാണ്. രാജ്യമെമ്പാടുമുള്ള IT പ്രൊഫഷണലുകൾക്ക് ഇന്ന് തൃക്കാക്കര താവളമാകുമ്പോൾ അവിടുത്തെ അടിസ്ഥാന വികസനത്തിന്റെ ആണിക്കല്ലാകേണ്ട റോഡ് ഗതാഗതമാണ് ഈ വിധം താറുമാറായി കിടക്കുന്നത്. 50,000-ഓളം IT പ്രൊഫഷണലുകൾ ഇവിടെ കുടിയേറിയേക്കാം. ഈ വികസനങ്ങൾക്ക് ആനുപാതികമായി റോഡ് ഗതാഗതം വികസിക്കണ്ടേ? പുല്ലേപ്പടി പള്ളിക്കര റോഡും ഇൻഫോ പാർക്കിനെയും കിൻഫ്ര പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന കങ്ങരപ്പടി ഇടച്ചിറ ലിങ്ക് റോഡും യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കണം. സീപോർട്ട് എയർപോർട്ട് റോഡ് ഇന്ന് തൃക്കാക്കരയുടെ വികസനത്തിന്റെ ജീവനാഡിയാണെങ്കിൽ തുല്യ പ്രാധാന്യത്തോടെ മറ്റു റോഡുകളും ഗതാഗത യോഗ്യമാക്കണം. വികസനം തൃക്കാക്കരയ്ക്ക് നൽകിയ കൈനീട്ടമാണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. നഗരഹൃദയത്തിൽ തന്നെ ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ഒരു വേസ്റ്റ് ഡംപിംഗ് സ്റ്റേഷൻ. വികസനമെന്ന വാക്കിന് മാലിന്യ കൂമ്പാരം എന്നർത്ഥമുണ്ടോ എന്ന് ബസ് സ്റ്റാൻഡിനും ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനുമിടയ്ക്കുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നാം സംശയിച്ചേക്കാം. വഴിയാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പോലുമാവാത്ത ഈ ദുസ്ഥിതിക്ക് എന്താണൊരു പരിഹാരമാർഗം? എന്തായാലും ഭരണസിരാ കേന്ദ്രത്തിന്റെ ഈ കേന്ദ്രസ്ഥാനത്തിന് ഭൂഷണം ഒരു വേസ്റ്റ് ഡംപിംഗ് സ്റ്റേഷനല്ല, നഗരപ്രൗഢിക്ക് മാറ്റുകൂട്ടേണ്ട ഒരു ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് മാളല്ലേ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നഗരമാലിന്യങ്ങളില്ലാത്ത ശുദ്ധവായുവും കാറ്റും വെളിച്ചവും കിട്ടുന്ന ഇക്കോ ഫ്രണ്ട്ലി ഹൈടെക് സിറ്റിയായി തൃക്കാക്കര മാറുന്ന കാലം ഇന്ന് വിദൂര സ്വപ്നമല്ല. നഗരപാർശ്വത്തിലെ ഈ വയലേലകളും തണ്ണീർച്ചോലകളുമാണ് നാളെ ഈ IT നഗരത്തിന്റെ പ്രാണൻ. തൃക്കാക്കരയുടെ ജൈവ കൃഷിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇവിടെ നാം നടപ്പിലാക്കേണ്ടത്. ഒപ്പം IT നഗരത്തിന് ഓജസ്സും പ്രകാശവും പകരാൻ തദ്ദേശീയമായ ഒരു ടൂറിസം പദ്ധതിയും അത്യന്താപേക്ഷിതമാണ്. കൊച്ചിയുടെ ടൂറിസം വികസനത്തിന് പുതിയ ഭാഷ്യം ചമയ്ക്കുന്ന കുമ്പളങ്ങി മാതൃകാ ടൂറിസം വില്ലേജ്. ഇവിടെ നിന്നും ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുമായി ഒരു ജലപാത കിഴക്ക് പഴങ്ങനാട്ടേക്ക് നീളുന്നു. തോപ്പുംപടിയിൽ നിന്നും വൈറ്റില ബൈപ്പാസിലേക്കുള്ള പാലത്തിന് താഴെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത്തച്ചമയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന തൃപ്പൂണിത്തുറയിലെ ചമ്പക്കര പാലത്തിന് താഴെ നമ്മൾ കടന്നു പോവുകയാണ്. കൊച്ചി രാജാവ് മങ്ങാട്ടച്ചനും പാലിയത്തച്ഛനും കരിങ്ങാച്ചിറ കത്തനാർക്കുമൊപ്പം തൃക്കാക്കരയപ്പനെ അത്തച്ചമയത്തിന് ആനയിക്കാൻ ഒരിക്കൽ പുറപ്പെട്ട ഈ ജലപാതകൾക്ക് വിനോദസഞ്ചാര ഭൂപടം പുതിയ സ്ഥാനം നൽകിയാണ് പുതിയ ടൂറിസം പാക്കേജിലൂടെ. നമ്മുടെ ഈ ജലയാത്ര കടമ്പ്രയാറ് വഴി നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റിക്ക് സമീപത്തുകൂടെ പഴങ്ങനാട്ടേക്ക് എത്തുകയാണ്. രാജകീയ ജലപാതകൾ താണ്ടി നമ്മളിതാ പഴങ്ങനാട്ട് എത്തിയിരിക്കുകയാണ്. ടൂറിസത്തിന്റെ ഈ വികസന വഴിയിലും തൃക്കാക്കര പരിഗണിക്കപ്പെടേണ്ടതല്ലേ? നിങ്ങൾ തീരുമാനിക്കും.